ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു മിക്സ് വെജിറ്റബിൾ കറിയാണ്. ചപ്പാത്തിക്കും റൊട്ടിക്കും പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വെജിറ്റബിൾ കറിയാണിത്. അപ്പോൾ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ ഒരു പാൻ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. അര സവോള അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലുപ്പത്തിലുള്ളതിൻ്റെ അര ഭാഗം. പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ 2 ഏലക്കായ, 2-3 ഗ്രാമ്പൂ, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്, മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 3 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കണം നമുക്ക്. അതിലേക്ക് ഞാൻ 10 അണ്ടിപ്പരിപ്പ് കൂടി ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. ഒരു കളറൊന്ന് ജസ്റ്റ് ഒന്ന് ട്രാൻസ്പാരൻ്റ് ആവേണ്ട ആവശ്യമുള്ളൂ, അല്ലാതെ ബ്രൗൺ നിറമൊന്നും ആവണ്ട. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. തണുത്തതിന് ശേഷം നന്നായിട്ട് അരച്ച് മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ വീണ്ടും സെയിം പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് അര സവോള അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെജിറ്റബിൾസ് കട്ട് ചെയ്തതാണ്. ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും 2 പൊട്ടറ്റോസുമാണ്, ഉരുളക്കിഴങ്ങ്. ഇനി 6-7 ബീൻസ് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കട്ട് ചെയ്ത് ഫ്രീസറിൽ വെച്ചതായിരുന്നു, അതാണ് ആ ഒരു കളറ്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു സ്റ്റീമിൽ തന്നെ അതൊന്ന് കുക്ക് ചെയ്ത് കിട്ടും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരച്ച് വെച്ചിരിക്കുന്ന ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 കപ്പോളം വെള്ളവും കൂടി ഞാൻ ആ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടി അടച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യേണ്ട ആവശ്യമായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 100 ഗ്രാം കോളിഫ്ലവർ കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് 100 ഗ്രാം അത്യാവശ്യം ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള കോളിഫ്ലവറും പിന്നെ 3 ടേബിൾ സ്പൂണോളം ഗ്രീൻ പീസുമാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതുകൂടി ചേർക്കുന്നുണ്ട്. ഗ്രീൻ പീസ് ഫ്രോസൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. ഇനി അല്ലാത്ത ആൾ ചേർക്കണമെങ്കിൽ വേവിച്ചിട്ട് വേണം നിങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എല്ലാം കൂടി ഒന്ന് മസാലയൊക്കെ എല്ലാ വെജിറ്റബിൾസിലും കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് ഞാൻ 1/2 കപ്പ് തേങ്ങ പാൽ കൂടി ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് തിള വരുമ്പോൾ ഓഫ് ചെയ്ത് ഇടാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കറി ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് കൂടി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.